ഉന്നതമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, ഏറെ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് ഏറെ ബഹുമാനനായിട്ടുള്ള റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ്റെ അഭാവത്തിൽ പുലിയാട്ടം 2025 ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ച വേദിയിൽ പ്രഖ്യാപിക്കുകയാണ്. കാലഘട്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഒട്ടനവധി മാറ്റങ്ങളിലൂടെ രൂപാന്തരപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹം എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റ് വന്നത് എന്നുള്ളത്, അടിമത്തങ്ങളിൽ നിന്ന് തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പും ഉണ്ടായിട്ടുള്ളത്. അതൊരു രാജ്യത്തിൻ്റെയും ഒരു മനുഷ്യൻ്റെയും കാതലായിട്ടുള്ളൊരു വശം കൂടിയായിട്ടാണ് കാണേണ്ടതായിട്ടുള്ളത്. അടിമത്തവും ജന്മിത്വവും ജാതി വ്യവസ്ഥിതിയും എല്ലാം കുടികൊണ്ടിട്ടുള്ളൊരു നാടാണ് നമ്മുടെ നാട്. ഒരുപക്ഷെ ഒരു ഭീകരമായിട്ടുള്ള ജാതി വ്യവസ്ഥിതിക്ക് കീഴിൽ ജനിച്ചു വിളർന്നൊരു തലമുറ നമ്മുടെ മുന്നാകെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിനിയോഗിക്കുന്നില്ല. സിയാറും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയവും അല്ലെങ്കിൽ ശിഷ്യഗണങ്ങളെന്നോ കൂട്ടാളികളെന്നോ ഒക്കെ പറയാവുന്ന രമേശ് ഉൾപ്പെടെയുള്ള ആളുകൾ കൂടിച്ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കരിന്തലകളുടെ ഈ കൂട്ടം, അതിന് വളരെ അനുയോജ്യമായ ഒരു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നാമമാണ് ഈ 3 ദശാബ്ദങ്ങൾ പിന്നിടുന്ന ഈ ആഘോഷവേളയിൽ ഈ കൂട്ടായ്മയ്ക്ക് നൽകിയിരിക്കുന്നത്. പൊലിച്ചു കൂട്ടുവാൻ നമുക്ക് ഏറെ ഉണ്ട്, പൊലിഞ്ഞു പോകേണ്ടതും ചിലതൊക്കെയുണ്ട്. അങ്ങനെ പൊലിഞ്ഞു പോകേണ്ടവയെ പൊലിച്ചു കളയുകയും പൊലിച്ചു കൂട്ടേണ്ടവയെ പൊലിച്ചു കൂട്ടുകയും ചെയ്യുന്ന ഒരു സാംസ്കാരിക രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുക്കൽ കൂടിയാണ് ഈ 30 ആണ്ട് തികയുന്ന ഇന്നത്തെ നമ്മൾ ഈ കൂട്ടായ്മയുടെ പ്രതിജ്ഞാബദ്ധമായ ഉത്തരവാദിത്വം എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഞാൻ അധികം നീട്ടുന്നില്ല. കരിന്തലകൾ ഒറ്റമരമല്ല എന്ന തിരിച്ചറിവ് കൂട്ടത്തോടൊപ്പം അതിൻ്റെ പങ്കുകാരനായി നിന്നുകൊണ്ട് ആ കരിന്തല കൂട്ടത്തിൻ്റെ പങ്കായി എനിക്കും പങ്കുകാരനാവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ ആദരവുകൾക്ക്, നിങ്ങൾ നൽകിയ ഈ കൈത്താങ്ങലിന്, കരുതലിന്, കൂട്ടായ്മയ്ക്ക് എല്ലാം എൻ്റെ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് രമേശിനും രമേശിൻ്റെ കൂട്ടാളികൾക്കും കരിന്തലുകൾക്കും കരിന്തല കൂട്ടാളികൾക്കും ഒരിക്കൽ കൂടി എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അരിയറിയോ തിരി തിരിയോ തൊരത്തിരിയും കോണപതിയും, അരിയറിയോ തിരി തിരിയോ തൊരത്തിരിയും കോണപതിയും. ഹലോ, കൊട്ടും ചാറ്റും ചാവുതുള്ളലും മാരണം പിടുത്തവും ഒക്കെ കോലം തുള്ളലുമൊക്കെ വല്യച്ഛൻ്റെ കുടുംബത്ത് നടന്നിരുന്ന കാലം, എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അന്ന് പാടുന്നൊരു പ്രാർത്ഥനാ ഗാനമാണ് പ്രാരംഭത്തിൽ പാടാറുള്ളത്. പ്രിയപ്പെട്ട മത്തായി മത്തായിയുടെ ബൈജു മത്തായി എവിടെ? വായോ ബാബാ. നമുക്കെല്ലാവർക്കും ചേർന്നാണല്ലോ പാട്ട്. മത്തായി, ബൈജു അങ്ങനെ തുടങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാരൊക്കെ ഉണ്ട്. വേദിയിലേക്ക് വരണം. കുട്ടപ്പ സാറിനൊപ്പം നമുക്ക് പാടി ഈ ഇന്നത്തെ പാട്ട് ആരംഭിക്കാം. നമുക്ക്
മത്തായി മാ ഹലോ ഉള്ളോ അപ്പൊ അതിങ്ങനെയാണ് തുടങ്ങുന്നത്. ഹരിയരിയോ തിരിതിരിയോ തൊരത്തിരിയും കോണപതിയും സരസ്വതിയും ഗണപതിയും എന്ന് തെറ്റിദ്ധരിക്കരുത്. ത്വരത്തിരിയാണ്, ശബ്ദ സമന്വയമാണ്. ഗുണപതി ഗുണം വരുത്തുന്ന പതിയാണ്. കേടുകളിമതി കേവാലങ്ങൾ വന്ന് ഭവിക്കുമ്പോൾ നമ്മുടെ ഇല്ലവലാഴികയും നമ്മുടെ സങ്കടവും ഉണർത്തിക്കുന്നത് മണ്ണത്താണ്, പതിയിലാണ്. അവിടെ നിന്നാണ് നമുക്ക് ഗുണം ലഭിക്കുന്നത്. അതുകൊണ്ട് ഗുണം വരുത്തുന്ന പതി എന്ന അർത്ഥത്തിലാണ് ഗുണപതി എന്ന് പഴമക്കാർ പറഞ്ഞിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിളിയുണ്ട്. എൻ്റെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റിതര കർമാദികൾ കൊണ്ടോ ഞാൻ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിനോ മായത്തിനോ ദിക്കിനോ ദേശത്തിനോ എന്തെങ്കിലും കേടുകളുമതി കേവാലങ്ങൾ വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബലിയാകാം. അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളെ ബലി തരാമെന്നല്ല, ഞാൻ ബലിയാകാം. ഇതാണ് പ്രാർത്ഥന. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് എൻ്റെ സഹോദരനും എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ എം.എൻ. തങ്കപ്പൻ എന്ന് പറയുന്നയാൾ, അദ്ദേഹം ഒരു പ്രിയലപ്പച്ചൻ്റെ ഒരു അനുയായിയും വിശ്വാസിയുമൊക്കെ ആയിരുന്നു. അദ്ദേഹം എഴുതിയൊരു പാട്ടുണ്ട്. ഞാൻ മിക്കവാറും എല്ലാ വേദികളിലും ഏതാണ്ട് 70 കാലഘട്ടം മുതൽ പാടാറുള്ള പാട്ടാണ്. ആ പാട്ട് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് പാടാം. തിന്താരേ തിന്താതക തിന്തകിത്താര തിന്താരേ തിന്താതക തിന്തകിത്താര തിന്താരേ തിന്താതക തിന്തകിത്താര തിന്താരേ തിന്താതക തിന്തകിത്താര തെക്കു തെക്കേ തെക്കേ തെക്കു തെക്കേ തെക്കേ ഒരു ചെമ്മന്താനുണ്ട്. തെക്കു തെക്കേ തെക്കേ ഒരു ദൈവത്താനുണ്ട്. തെക്കു തെക്കേ തെക്കേ ഒരു ചെമ്മന്താനുണ്ട്. തിന്താരേ തിന്താതക തിന്തൈത്താര തിന്താരേ തിന്താതക തിന്തൈത്താര മടവതി മാറാവരിക്കാരാണ് ജന്മത്തെ മരണ മടവതി മാറുണ്ട്. മടവതി മാറാവരിക്കാരാണ്. തിന്താരേ തിന്താതക തിന്തൈത്താര തിന്താരേ തിന്താതക തിന്തൈത്താര ഇല്ലങ്ങ
പാണു കൊണ്ട് പോറ്റടാ ദൈവം ഇന്നാളേ നിന്ദാതകതിന്റെ താരാ ഇന്നാളേ നിന്ദാതകതിന്റെ താരാ തെക്കു തെക്കേ തെക്കേലൊരു ദൈവത്താനുണ്ട് തെക്കു തെക്കേ തെക്കേലൊരു ഒരു ദൈവത്താനുണ്ട് തെക്കു തെക്കേ തെക്കേലൊരു ചെമ്മന്താനുണ്ട് തിന്താനേ തിന്താതകതിന്റെ താരാ തിന്താനേ തിന്താതകതിന്റെ താരാ തിന്താനേ തിന്താതകതിന്റെ താരാ തിന്താനേ തിന്താതകതിന്റെ താരാ അകതിന്റെ താരാ അകതിന്റെ താരാ അകതിന്റെ താരാ. ഈ സമയം ഏതാണ്ട് 90-ന്റെ ഉത്തരാർദ്ധം മുതൽ ഈ പാട്ട് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് വെളിയിലുമായി അങ്ങോളം ഇങ്ങോളം പാടി പകർന്ന കൂട്ടാളികളിൽ എത്രയോ പേര് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അതിൽ എന്നും ഓർമ്മിക്കേണ്ട ചില പേരുകൾ, അതിലൊന്ന് എടുത്തു പറയേണ്ടത് ബാനർജിയാണ്. എനിക്ക് എൻ്റെ ഒരു കൂട്ടാളായി എനിക്ക് മത്തായി സുനിലിനെ സമ്മാനിച്ചതും എൻ്റെ ബാനർജിയാണ്. ആ ബാനർജിയുടെ ഓർമ്മ കൂടി ഈ അവസരം പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. പറമ്പൻകൂട്ടത്തിൻ്റെ സന്തോഷം, വളരെ സന്തോഷം. എനിക്ക് കരുതൽക്കൂട്ടത്തിന് ഇങ്ങനൊരു അവാർഡ് കണ്ണമത്ത് പുരസ്കാരം നൽകിയതിൽ സന്തോഷം. രാവിലെ സെമിനാറിൽ ഞാനൊരു 50 മിനിറ്റോളം സംസാരിച്ചിരുന്നു. കേരളത്തിലെ ഫോക്ക്ലോറിനെ പറ്റി അറിയുന്നവരും ഫോക്ക്ലോർ അറിയേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി തിരിച്ചറിയുന്നവരും പങ്കെടുത്തൊരു വേദിയായിരുന്നു അത്. എനിക്ക് തോന്നുന്നു കരുതൽക്കൂട്ടത്തിലെ ഈ പരിപാടി ധീരമായ ഒരു പരിപാടി എന്ന് എനിക്ക് വിശേഷിപ്പിക്കുന്നതിലൊരു സംശയമില്ല. ഗംഭീരമായിരുന്നു എല്ലാവരുടെ ഇടപെടൽ. ഇപ്പോൾ ഈ വേദിയിൽ ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ വല്ലാത്ത അഭിമാനമുണ്ട്. കരുതൽക്കൂട്ടം തനതിൻ്റെ പക്ഷത്താണ്, കരുതൽക്കൂട്ടം രാഷ്ട്രീയ പക്ഷമുണ്ട്, കരുതൽക്കൂട്ടം ഒരു സാമൂഹികതയുടെ ഒരു മാനവികതയുടെ ഇടം ചോദിച്ചു വാങ്ങുന്ന ഒന്നായിട്ട് അനുഭവിക്കാൻ സാധിച്ചുള്ള സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ കണ്ണമത്ത് പുരസ്കാരം സ്വീകരിച്ചത്. കുട്ടപ്പൻചേട്ടൻ മാഷ് ഇപ്പോൾ ഇവിടെ വന്ന് പാടുമ്പോൾ നമ്മൾ കേട്ടുവെച്ചത് ഒരു കാലഘട്ടത്തിലെ എന്തിനിങ്ങനെ ഒരു പാട്ട്, എന്തിനാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തെ അവതരിപ്പിക്കേണ്ടത്, എന്തുകൊണ്ട് ഇത് ജനകീയമാവണം എന്ന ധാരണയെ വല്ലാതെ പാടി ഉറപ്പിക്കും. തൊട്ടുപുറകെ ബാനർജിയുടെ പേരും മത്തായിയുടെ പേരൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷമാണ്. അവരെൻ്റെ ശിഷ്യരായിട്ടോ അനുജന്മാരായിട്ടോ തിരുവനന്തപുരം മുതലുള്ളൊരു വലിയ ബന്ധമാണ്. പക്ഷെ അവർ ബൈജു ഉൾപ്പെടെ പ്രദീപ് ഉൾപ്പെടെ അവർ പാടി വയ്ക്കുന്നിടത്ത് ചെന്ന് അവതരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അത് പറയാനുള്ള ഏറ്റവും നല്ല മാധ്യമം ഫോക്ലോറാണ് എന്ന തിരിച്ചറിവാണ്. എഴുന്നേറ്റ് നിന്ന് പറഞ്ഞൊരു പെണ്ണ് നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. ഒരാളുടെ നേർക്ക്, ഒരു വലിയ പ്രസ്ഥാനത്തിന് നേർക്ക് വിരൽ ചൂണ്ടിയ പെണ്ണ് ഇവിടെ ഒരു അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വല്ലാത്തൊരു കാഴ്ചപ്പാടാണ്. എന്തായാലും വളരെ സന്തോഷം, സ്നേഹം അറിയിക്കുകയാണ് ഇങ്ങനൊരു കൂട്ടായ്മയിൽ. എനിക്ക് എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉറക്കെന്ന് കൈയടിച്ച് ഓക്കെ ഒന്ന് ഉറക്കുന്ന എല്ലാവരും ഒന്ന് പറഞ്ഞേ. എൻ്റെ കൂടെ ഇപ്പോൾ ശബ്ദം തരണേ. പറഞ്ഞേ ആലത്തൂര്. ശബ്ദം പോരാ, അല്ല ശബ്ദം പോരാന്നല്ല, ഉറക്കെ പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഒന്ന് ഉറക്കെ പറഞ്ഞേ. ആലത്തൂര്. വെരി ഗുഡ്, നല്ല ശബ്ദം. കരിന്തലക്കൂട്ടം എന്നൊക്കെ പറഞ്ഞാൽ കരിയുണ്ട്, തലയുണ്ട്, കൂട്ടമുണ്ട് അല്ലേ? എന്ത് രസമായിട്ടാ 3 വാക്ക് നിൽക്കണേ. ഉറക്കെന്ന് പറഞ്ഞേ. ആലത്തൂര് പാലത്തിന്മേൽ 60 ചെറുമികൾ 60 ചെറുപയർ എണ്ണിയെടുത്ത് കിളച്ചു മറിച്ച് നിരത്തി വിതച്ച് പറിച്ചു ചവിട്ടി ഉണക്കി വറുത്ത് പൊടിച്ചു വിളമ്പിയാൽ അക്കറിയൊത്ത പൊടിക്കറിയുണ്ടോ? ഞാൻ അക്കറിയൊത്ത പൊടിക്കറി ഉണ്ടോ എന്ന് പറയുമ്പോൾ കരുതൽക്കൂട്ടത്തിൽ വന്നിരിക്കുന്ന എല്ലാവരും കൂടെ ഒറ്റ വായിൽ, ഒറ്റ ശ്വാസത്തിന്, ഒറ്റ എനർജിയിൽ എന്ന് കാരണം അക്കറിയൊത്ത പൊടിക്കറിയുണ്ടോ? എല്ലാവരും കാരണം വായുള്ളവരെല്ലാവരും ഓക്കെ. അക്കറിയൊത്ത പൊടിക്കറിയുണ്ടോ? എന്നിട്ട് എല്ലാ ശബ്ദവും ഒരേ സ്ഥലത്ത് വരണം. ഞാനിങ്ങനെ കൈ പൂട്ടുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഹിന്ദുവിൻ്റെ, ക്രിസ്ത്യാനിയുടെ, വെളുത്തതിൻ്റെ, കറുത്തതിൻ്റെ, ആണിൻ്റെ, പെണ്ണിൻ്റെ ഒക്കെ ശബ്ദം വന്ന് ഒരേ സ്ഥലത്ത് വന്ന് ചേക്കേറണം. അക്കറിയൊത്ത പൊടിക്കറിയുണ്ടോ? ഒരു പ്രദേശത്തെ ജനതയുടെ ശബ്ദം ഒരേ സ്ഥലത്ത് അത്ര പെട്ടെന്ന് വിള്ളൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു പ്രദേശത്തെ ജനതയുടെ എല്ലാ ശബ്ദവും ഒരേ സ്ഥലത്ത് ചേക്കേറുകയാണെങ്കിൽ അടിത്തറ അത്ര പെട്ടെന്ന് പിളർക്കില്ല.
പിളർക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൈയുള്ള എല്ലാവരും 1 2 ഈ താളത്ത് കൈയടിച്ചു. 1 2 1. എനിക്കൊരു താളം തരാം, ഡബിൾ തരാം. 1 2 3 ട ട ട ട. ആലത്തൂരെ പാലത്തിന്മേൽ 60 ചെറുമികൾ 60 ചെറുപയർ എണ്ണിയെടുത്ത് കിളച്ചു നിരത്തി വിതച്ചു പറിച്ച് ചവിട്ടി ഉണക്കി വറുത്ത് പൊടിച്ച് വിളം അക്കറിയൊത്ത പൊടിക്കറിയുണ്ടോ? ഞാൻ കൈ മുട്ടുമ്പോൾ തീർന്നണം. ഇങ്ങനെ താളം വെച്ചോണം. എന്നിട്ട് ഞാൻ ഇങ്ങനെ കൈ മുട്ടുമ്പോൾ എല്ലാ ശബ്ദവും ഒരേ സ്ഥലത്ത്. ഒന്നുകൂടെ ഡബിൾ ചെയ്ത് കൈ അടിക്കണം. 1 2 റെഡി. 1 2 3 ആലത്തൂരെ പാലത്തിന്മേൽ 60 ചെറുമികൾ 60 ചെറുപയർ എണ്ണിയെടുത്ത് കിളച്ചു മറിച്ചു നിരത്തി വിതച്ചു പറിച്ച് ചവിട്ടി ഉണക്കി വറുത്ത് പൊടിച്ച് വിളം അക്കറിയൊത്ത പൊടിക്കറിയുണ്ട്. ഉണ്ടോ? ഞാൻ അനുസരിപ്പിക്കാൻ പറഞ്ഞില്ല, പക്ഷെ എല്ലാ ശബ്ദവും ഒരേ സ്ഥലത്ത്. പക്ഷെ ഈ പാട്ട് എന്താന്ന് കേട്ടോ, ഫോക്കലോർ തുള്ളിച്ചാടുകയാണ് പലരും. തുള്ളിച്ചാടുമ്പോൾ ഫോക്കായെന്നാണ്, നാടൻ പാട്ട് വെച്ചാൽ തുള്ളിച്ചാടണമെന്നാണ് ആരൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അല്ല, ഈ കൈ നോക്കിയാൽ അറിയാം. ആലത്തൂരെ പാലത്തിന്മേൽ 60 ചെറുമികൾ 60 ചെറുപയർ എണ്ണിയെടുത്ത് കിളച്ച് മറിച്ച് നിരത്തി വിതച്ച് പറിച്ച് ചവിട്ടി ഉണക്കി വറുത്ത് പൊടിച്ച് വിളമ്പി. ഒരു കർഷകന്റെ 10 ക്രിയയ്ക്ക് ശേഷമാണ്, അഥവാ 11 ക്രിയയ്ക്ക് ശേഷമാണ് ഒരു അരിമണി ഉണ്ടാവണേ, അല്ലേ? ഒന്നുകൂടെ നോക്കിക്കേ. ആലത്തൂരെ പാലത്തിന്മേൽ 60 ചെറുമികൾ 60 ചെറുപയർ എണ്ണിയെടുത്ത് കിളച്ച് മറിച്ച് നിരത്തി വിതച്ച് പറിച്ച് ചവിട്ടി ഉണക്കി വറുത്ത് പൊടിച്ച് വിളമ്പി. 11ാമത്തെ ക്രിയയ്ക്ക് ശേഷമാണ് ചോറായി മുന്നിൽ കിട്ടണേ. എനിക്ക് ഈ അരി വേണ്ട, ചോറ് വേണ്ട എന്ന് പറഞ്ഞ് വാഴച്ചോട്ടി കളയുമ്പോൾ 1 മിനിറ്റിൽ ലോകത്ത് പിടഞ്ഞു വീഴുന്ന 22 കുട്ടികളെ പറ്റി മിനിമം ചിന്തിക്കാനെങ്കിലും ലോകത്തിന്റെ ആഗോളീകരണത്തിലേക്ക് ഇതാ നമ്മുടെ ഫോക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും വലിയ സൂത്രവാക്യം. ആ സൂത്രവാക്യമാണ് കരിന്തൽക്കൂട്ടത്തിൽ നമ്മൾ ആവിഷ്കരിച്ചത്. ഈ തിരഞ്ഞെടുപ്പ്, ഈ തീരുമാനത്തിന്റെ മുന്നിലാണ് നിങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. 1 മിനിറ്റ് കൂടെ ഞാനത് കടം കൊള്ളുന്നു. എല്ലാവരും ഉറക്കെന്ന് പറഞ്ഞ് ശുശു ശുശു മിണ്ടല്ലേ, തൊട്ടടുത്തിരിക്കുന്ന കാതിൽ ചെന്ന് പറയണേ ശുശു ശുശു മിണ്ടല്ലേ, ഉറക്കെ പറയണേ. ഹാരിഷ് മാഷ് വരുന്നുണ്ട്, റോസി സൂസി സൂക്ഷിച്ചോ, ഹാഹ കാണാൻ മടിപൂരം. ഞാൻ മലയാള അധ്യാപകനാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇതിൽ 4 അക്ഷരം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പട 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 എന്ന് പറഞ്ഞ 4 അക്ഷരം ഏതൊക്കെയാന്ന് പറയാം. ഒന്നുകൂടെ കേട്ടെ. ശുശു ശുശു മിണ്ടല്ലേ, ഹാരിഷ് മാഷ് വരുന്നുണ്ട്, റോസി സൂസി സൂക്ഷിച്ചോ, ഹാഹ കാണാൻ മടിപൂരം. 4 അക്ഷരം പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? ഷാ ഷാ സാ ഹ. ഒന്നുകൂടെ കേട്ടെ. ശുശു ശുശു മിണ്ടല്ലേ, ഹാരിഷ് മാഷ് വരുന്നുണ്ട്, റോസി സൂസി സൂക്ഷിച്ചോ, ഹാഹ കാണാൻ മടിപൂരം. ഷാ ഷാ സാ ഹ. ഞാൻ കാക്കാഴത്തെ പഠിപ്പിക്കുന്ന ആലപ്പുഴയിലെ. അവിടെ കുട്ടികൾ മീശയ്ക്ക് മീശയെന്ന് എഴുതണേ, മഷിക്ക് മഷി, അല്ലേ? നോക്കൂ, അക്ഷരത്തിൽ പോലും ഇടപെടുന്നു ഫോക്കൽ. അക്ഷരത്തിൽ പോലും ഇടപെടുന്നു. തിരുത്താൻ, പ്രേരിപ്പിക്കാൻ, വളരാൻ, പടരാൻ ഒക്കെ പ്രേരിപ്പിക്കുന്നതായിട്ട് ഫോക്കിൻ്റെ അനന്തമായ സാധ്യതകൾ ഭാഷാകേളിലൂടെ ഞാനൊരു ചെറിയ പ്രോജക്റ്റൂടെ കണ്ടുവച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള സമയങ്ങളിൽ ഈ ഫോക്കുമായി സംസാരിക്കുന്നിടത്ത് കരിന്തൽക്കൂട്ട് ഇത് സംഘടിപ്പിച്ചതുപോലെ ഇപ്പോഴെനിക്ക് നല്ല എണ്ണയുടെ മണോ എൻ്റെ മൂക്ക് ഇങ്ങനെ കിട്ടുന്നത് ഇവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയ ഉദ്ഘാടന വേദികളും ചടങ്ങുകളും ഒക്കെ കൂടുതൽ പ്രബുദ്ധമായിട്ട് മുന്നോട്ട് വരട്ടെ, ജനകീയമാവട്ടെ ഈ വേദി എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് അമ്പട വൈരാമാവേലി ഉണ്ടട മന്നാ ഓർമ്മകളിൽ എങ്ങടോ പോയടാ നീയടാ എന്നിട്ടും നിന്റെ മുഖമെടാ എങ്ങളിലെ അമ്പട വൈറാമാവേ. ഞാൻ വയറാന്ന് വിളിച്ചപ്പോൾ വിവാദമായിരുന്നു കേരളത്തിലെ. പക്ഷെ ഞാൻ കേട്ടുപിടിച്ചൊരു പാട്ടുണ്ടായിരുന്നില്ല, ഓണത്തപ്പ. അപ്പോൾ കുഴപ്പമില്ലായിരുന്നല്ലേ? ഓണത്തപ്പ കൊടവയറ എന്നാൽ പോലും തിരുവോണം, നാളേക്കാണ് തിരുവോണം, തിരുവോണക്കറി എന്തെല്ലാം പച്ചടി കിച്ചടി ഉപ്പേരി എന്നൊക്കെ പറഞ്ഞ് ഞാനൊക്കെ അമ്മ പാടിക്കേട്ട പാട്ടുണ്ടായിരുന്നു ആ പാരമ്പര്യം. അപ്പോൾ ഈ ഒരു ബോധം, ഈ പുതിയ കാലത്ത് പുതിയ ഭാഷകൾ ഉണ്ടാവട്ടെ, പുതിയ വളർച്ചകൾ ഉണ്ടാവട്ടെ. നാടൻ പാട്ടുകൊണ്ട് ഒരു നാടിൻ്റെ നട്ടിൽ തീർക്കാൻ സാധിക്കട്ടെ. കരിന്തൽക്കൂട്ടത്തിൻ്റെ പിന്തുണ അതിന് പ്രേരകമാവട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ച് ക്ഷണിച്ചതിന്, അവാർഡ് നൽകിയതിന് എല്ലാവരും, രമേശ് ഉൾപ്പെടെ എല്ലാവരും നന്ദി, നമസ്കാരം. ഹൊയ്യാരെ ഹൊയ്യാരമ്മടി ഹൊയ്യാരേ ഗോയ് താതിന്നാന തന്നാനാദിൻ തന്നാനേ. ഹൊയ്യാരെ ഹൊയ്യാരമ്മടി ഹൊയ്യാരേ ഗോയ് താതിന്നാന തന്നാനാദിൻ തന്നാനേ. നെല്ലോല കുമ്മിയടിക്കണ കാഴ്ചകൾ കണ്ടു നടന്നു ഞാൻ, പുഞ്ചവയൽ വരമ്പത്തൂട് ഏലേലം പാടി. കൊയ്യാരെ കൊയ്യാരമ്മ കൊയ്യാരേ ഗോ താനിന്നാന തന്നാനാദി തന്നാനേ. ഓ താനിന്നാന തന്നാനാദി തന്നാനേ. നെല്ലോല കുമ്മിയടി
കാഴ്ചകൾ കണ്ടു നടന്നു ഞാൻ പുഞ്ചവയൽ വരമ്പത്തൂട് ഏലേലം പാടി പുഞ്ചവയൽ വരമ്പത്തൂട് ഏലേലം പാടി ഹൊയ്യാരെ ഹൊയ്യാരെ മഴ ഹൊയ്യാരേ താതിന്നാന തന്നാനാതി തന്നാനേ ഓ താതിന്നാന തന്നാനാതി തന്നാനേ ഒന്നാനാം വരുന്നവളാരോ മാരിവില്ലിനഴകുള്ള പെണ്ണീവ ആരിവളാരോ മാരിവില്ലിനഴകുള്ള പെണ്ണീവ ആരിവളാരോ ഹൊയ്യാരെ ഹൊയ്യാരെ മൺ ഹൊയ്യാരേ താനിന്നാന തന്നാനാതി തന്നാനേ താനിന്നാന തന്നാനാതി തന്നാനേ ചാഞ്ഞു ചെത്താടി ചരിഞ്ഞു ചെത്താടി താളത്തി കൊയ്യാടി കണ്ണാളെ ചാഞ്ഞു ചെത്താടി ചരിഞ്ഞു ചെത്താടി താളത്തി കൊയ്യാടി കണ്ണാളെ കറ്റ കെട്ടാടി കെട്ടിച്ചു മക്കാൾ കൂടെ പാടാടി കുട്ടനാടെ കറ്റ കെട്ടാടി കെട്ടിച്ചു മക്കാൾ കൂടെ പാടാടി കുട്ടനാടെ കൊയ്യാരെ കൊയ്യാരെ മഴ കൊയ്യാരേ താരിന്നാന തന്നാനാതി തന്നാനേ താരിന്നാന തന്നാനാതി തന്നാനേ താരിന്നാന തന്നാനാതി തന്നാനേ. ഒറ്റ കാര്യം ഇന്ന് ആരോ പറഞ്ഞു വെച്ചതുപോലെ ഒറ്റ കാര്യം, ജിതേഷിന്റെ പാട്ട് ഇത് ജിതേഷ് എഴുതിയതാണ്, ഇത് മധുചേട്ടൻ്റെ പാട്ടാണ്, സത്യൻ്റെ പാട്ടാണെന്നൊക്കെ പിന്നീട് ഇത് മണിയുടെ പാട്ടാണ് ഇത് എന്നൊക്കെ പിന്നീട് ഞാൻ ഈ പാട്ട് എൻ്റെ കുട്ടികൾ കലോത്സവ വേദിയിൽ പാടാറുണ്ട്. നാടൻപാട്ടെന്ന രൂപത്തിലല്ല, നാടൻപാട്ടിന് വേണ്ടിയിട്ട്, പക്ഷേ എഴുത്തുപാട്ടാണ്. പക്ഷേ എഴുത്തുപാട്ടാണെങ്കിൽ കലാന്തരത്തിൽ പക്ഷേ കുട്ടപ്പഞ്ഞാണ്ടോ ഇരിക്കുന്നൊരു വേദിയിലാണ് ഞാൻ പറയുന്നത്, എഴുത്തുപാട്ടാണ്. നാളെ അത് നാടൻപാട്ടായി തിരിച്ചറിയപ്പെടും, ഒരു തർക്കവുമില്ല. കാരണം നാടൻ പാട്ടിന് ഉൾക്കൊണ്ടവർ, ഹൃദയത്തിൽ ഉൾക്കൊണ്ടവർ എഴുതി വെച്ച പാട്ടുകൾ നാളെ നാടൻ പാട്ടായിട്ട് തിരിച്ചറിയുമ്പോൾ നമുക്ക് പറയാം, നാടിനെ ഉണർത്താൻ, നാടിനെ പാടിപ്പറക്കാൻ, ഗ്രാമം എന്താണെന്ന് പറയാം, ഗ്രാമത്തിൻ്റെ ശാലീനത എന്താണെന്ന് പറയാൻ ഞങ്ങളുടെ പാട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് ചേർക്കുന്ന കണ്ണിയിലെ അവസാനത്തെ ഒരു കണ്ണിയായിട്ടെങ്കിലും ചേരാൻ നിൽക്കണമെന്ന പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. രമേശേട്ടൻ പാടിയ ആ നാടിനെ പറ്റി അദ്ദേഹം എഴുതി ഉണ്ടാക്കി ഇവിടെ അവതരിപ്പിച്ച ഒരു പാട്ടുണ്ടല്ലോ, സ്വന്തം നാടിനോട്. ഇവിടുത്തെ ഇംഗ്ലീഷ് അക്ഷരങ്ങളൊക്കെ ചേർന്നാണെങ്കിലും ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്ക് നാടൻ പാട്ടിൽ വരാമോ എന്നൊക്കെയായിരിക്കും നമ്മുടെയൊക്കെ ചോദ്യം. വരും. നാടിന് ഇഷ്ടപ്പെട്ടവർ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടേയിരിക്കും, പാടിക്കൊണ്ടേയിരിക്കും, പറഞ്ഞുകൊണ്ടേയിരിക്കും. ആരാലും നിറമറിയാത്ത നിന്റെ വികാരം നെറ്റിയിലിട്ട് നേരെ പോവുക, നേരായി തീരുക. നന്ദി, നമസ്കാരം. ഓക്കെ. അടുത്ത നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യാതിഥി എല്ലാവരും നല്ല ഉഷാറായിട്ട് നമ്മുടെ തിരുമൂമ്മ പുരസ്കാരം ഏറ്റുവാങ്ങാൻ അവരിവിടെ എത്തി. അതിന് വലിയൊരു കാര്യമാണ്. നമുക്ക് ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ കേൾക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. ഇങ്ങനെ ഈ കരിന്തലക്കൂട്ടത്തിൽ കണ്ണിച്ചേർക്കപ്പെട്ടതിൽ എനിക്ക് വലിയ സന്തോഷവും അഭിമാനവും ഒപ്പം വൈകാരികമായിട്ടുള്ളൊരു വികാരം ഞാൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും, ഞാൻ മറ്റെന്തെങ്കിലുമൊക്കെ പാടണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു, പാടുകയാണെങ്കിൽ വേറെ എന്തൊക്കെയോ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാനും ആ കരിന്തലക്കൂട്ടത്തിലെ ഒരു തലയായി മാറിയെന്നാണ് എനിക്ക് ബോധ്യമായത്. ചൊപ്പനം കണ്ടേ ചാവേറിന്നോവിനെല്ലാം നാവുമുളച്ചെന്ന് കൂനനൂറും പണി ചേർന്നോരാനയെ കൊന്നെന്ന്
താങ്ക് യു. അപ്പോൾ എല്ലാവിധ ആശംസകളും, എല്ലാവരോടും എനിക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹം, നന്ദി. പുഷ്പവതി ചേച്ചിക്ക് പുലിയാട്ടത്തിൻ്റെ പേരിലും കരിന്തലക്കൂട്ടത്തിൻ്റെ പേരിലുമുള്ള കൃത്യമായ നന്ദി അറിയിക്കുന്നു. എല്ലാവരും ഒരു നിറഞ്ഞ കൈയടി കൊടുക്കണം. നമ്മുടെ അവാർഡ് ഏറ്റുവാങ്ങി നമുക്ക് വേണ്ടി പാട്ടുപാടി നമ്മളെ സന്തോഷിപ്പിച്ച പ്രിയപ്പെട്ട ചേച്ചിക്ക് നന്ദി അറിയിക്കുന്നു. അടുത്തത് പ്രിയപ്പെട്ട ബാലുവേട്ടനാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ കയ്യിൽ പാട്ടില്ല, ഞാനൊരു ചെറിയ നാടകക്കാരനാണ്. അപ്പം ഞാൻ പാടും, കുട്ടികളുടെ മുന്നിൽ പാടും. പക്ഷെ ഇവിടെ ഞാൻ പാടുന്നത് ഒട്ടും യോജിക്കില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള പാട്ടുകൾ കേൾക്കാനാണ്. അതിൻ്റെ ഒരു ഊർജം കൂട്ടത്തിന് 30 ആണ്ട് തികയുന്നത് പോലെ എൻ്റെ നാടക ജീവിതവും 30ലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നെ ചേർത്ത് വെച്ചതിന്, ജീവിതത്തോട് പ്രണയമുണ്ടാകുന്നത് നമ്മൾ എന്തൊക്കെയോ ചെയ്യുമ്പോൾ അത് കൂടെയുള്ളവർ തിരിച്ചറിയുന്നത് നമ്മൾക്ക് നൽകുന്ന ഒരു ഊർജം ഒക്കെ ഒരുപാട് വികാരത്തിന് മുന്നിൽ വാക്കുകൾ വിറങ്ങിലിച്ച് നിൽക്കുന്ന നിമിഷങ്ങളുണ്ട് ജീവിതത്തിൽ എന്ന് തിരിച്ചറിയുന്നത്. സങ്കടമായാലും സന്തോഷമായാലും തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശൻ എന്ന് പറഞ്ഞത് വളരെ സത്യമാണെന്ന് തിരിച്ചറിയുന്നു. ഞാൻ വാക്കുകളൊന്നും ഇവിടെ പ്രയോഗിക്കുന്നില്ല. എല്ലാവരോടും എന്നെ ചേർത്ത് നിർത്തിയതിന്, ഈ അഭിമാന നിമിഷം ജീവിതത്തിൽ പകർന്നു തന്നതിന്, ഇനിയും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ പറയാതെ തലയിൽ ഏറ്റിത്തന്നതിന് കരിന്തലക്കൂട്ടത്തിൻ്റെ തലയാളി രമേശേട്ടനും കൂടെയുള്ള എല്ലാ സഹോദരങ്ങൾക്കും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നവമാധ്യമ കാലത്ത് ഇനിയും എന്നെ കേൾക്കാനും കാണാനും സാധ്യതയുള്ള എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കുറേ 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 സ്നേഹം. പ്രിയപ്പെട്ട ഒരു അറിയിപ്പുണ്ട്. ഇതിനു മുമ്പായിട്ട് ബാലുവേട്ടന് കൃത്യമായ നന്ദി പറയുന്നു. നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിനായിട്ട് നമ്മൾ ഒരു കൂപ്പൺ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഓരോ കൂപ്പൺ എടുത്ത് ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ദമ്പതികളെ ആദരിക്കുന്ന ചടങ്ങാണ്. എല്ലാവരെയും പ്രിയപ്പെട്ട കലാരംഗത്തുള്ള, പ്രത്യേകിച്ച് നാടൻപാട്ട് കലാരംഗത്തുള്ള ദമ്പതിമാരെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദരിക്കുന്നത് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ജയശ്രീ ടീച്ചറാണ്. ടീച്ചറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങുന്നത് പ്രിയപ്പെട്ട സുധീരേട്ടനും ശ്രീ ആശോ സമം അജിത സമം കോഴിക്കോട് പേരാമ്പ്രയിൽ നിന്ന് 2 പ്രധാനപ്പെട്ട അതിഥികൾ ഇവിടെ എത്തിച്ചേർന്നു. ഒരു കാര്യം അനുവാദം ചോദിക്കാതെ ഇന്ന് വരെ എന്നോട് ആരും ചെയ്തിട്ടില്ല. ഈ പ്രസാദം മാത്രമാണ് ഈ അക്രമമൊക്കെ ചെയ്യുന്നത്. ഞാൻ വെറുതെ ഇവരുടെ പാട്ട് കേൾക്കാനായിട്ടൊന്ന് വന്നതാണ്. മുമ്പ് ഈ പറമ്പിൽ ആദ്യത്തെ വളവറിന് വന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ കൂടിയതും ഒക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണെന്ന്. ആ കടപ്ലാവിന് മാത്രം ഇപ്പോഴും ഒരു ക്ഷീണമില്ല. എന്തായാലും വലിയ സന്തോഷമായി വീണ്ടും ഈ സ്ഥലത്ത് വരാൻ കഴിഞ്ഞതിനും ഡോക്ടർ CR രാജഗോപാലിൻ്റെ പേര് ഇവിടെ ഇങ്ങനെ മുഴങ്ങി കേൾക്കണതിലും കാവ്യയുടെ പേര് കേട്ടതിലും ഒക്കെ സന്തോഷമുണ്ട്. ഞങ്ങളൊരു കുടുംബമായിട്ട് ഈ കുട്ടികളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പാടിയും ആടിയും ഒക്കെ കഴിഞ്ഞ ആ ആദ്യകാലങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഇപ്പോൾ ആ വീടും ഇല്ല, ആ കുട്ടികളെല്ലാവരും ഇല്ല.
പലരും നമ്മുടെ അടുത്തുനിന്ന് പോയി. എന്നാലും ആ നല്ല ദിനങ്ങളൊക്കെ മനസ്സിലുണ്ട്. ഇനി 30 കഴിഞ്ഞ് ഇനി ഒരു 30, പിന്നെ ഒരു 30. നമ്മളെല്ലാവരും പോയാലും നമ്മളുടെ ഇനി വരാനിരിക്കുന്ന കുട്ടികൾ ഈ പാട്ടുകളൊക്കെ തുടരും. അവർ പാടണം, പഠിപ്പിച്ചേ പറ്റൂ. ആ ദൗത്യം രമേശൻ ഏറ്റെടുത്തു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. എല്ലാവരോടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹം, സന്തോഷം. വെള്ളം എന്ന് പറയുന്നത് കണ്ണീര് ഞങ്ങളുടെ കൂടപ്പിറപ്പാണ്. CJ മുതൽ തുടങ്ങി പാടിയ ആ ബന്ധം അന്ന് ഇന്നും നമ്മുടെ നെഞ്ചിലുണ്ട്. അദ്ദേഹത്തിന് സഹധർമ്മിണിയായ പ്രഭ കൂടിയുണ്ട്. പ്രഭയാണ് നൽകുന്നത്. പ്രഭയെ വേദിക്ക് ക്ഷണിക്കുന്നു. കൊട്ടണമെങ്കിൽ കൊട്ടൻ്റാങ്ങളെ എന്ന പാട്ട് ഒരുപാട് ജനങ്ങളത് ഏറ്റെടുത്തു എന്ന് മനസ്സിലായത് ഈ കഴിഞ്ഞ സ്കൂൾ കലോത്സവ വേദികളിലാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന് പാടാം. കൊട്ടണമെങ്കിൽ കൊട്ടൻ്റാങ്ങളെ തിക്കും തിരക്കും കൊട്ടണമെങ്കിൽ കൊട്ടൻ്റാങ്ങളെ തിക്കും തിരക്കും വേണ്ടാങ്കിലേ മങ്ങാട്ടടം കൊട്ടി പാടിയാ മതി. കൊട്ടണമെങ്കിൽ കൊട്ടൻ്റാങ്ങളെ തിക്കും തിരക്കും വേണ്ടാങ്കിലേ മങ്ങാട്ടടം കൊട്ടി പാടിയാ മതി. കൊട്ടണമെങ്കിൽ കൊട്ടൻ്റാങ്ങളെ തിക്കും തിരക്കും വേണ്ടാങ്കിലേ മങ്ങാട്ടടം കൊട്ടി പാടിയാ മതി. കൊട്ടൻ്റാങ്ങളെ കൊയലൊപ്പം വിളിയാകിലേ കാവിൽ ഭാരം കൊട്ടണ കുഞ്ഞാങ്ങളെ. കൊട്ടണമെങ്കിൽ കൊട്ടൻ്റാങ്ങളെ തിക്കും തിരക്കും വേണ്ടാങ്കിലേ മങ്ങാട്ടടം കൊട്ടി പാടിയാ മതി. കൊട്ടൊപ്പം കൊട്ടൻ്റാങ്ങളെ കൊയലൊപ്പം വിളിയാകിലേ കാവിൽ ഭാരം കൊട്ടണ കുഞ്ഞാങ്ങളെ. കൊട്ടണമെങ്കിൽ കൊട്ടൻ്റാങ്ങളെ തിക്കും തിരക്കും വേണ്ടാങ്കിലേ മങ്ങാട്ടടം കൊട്ടി പാടിയാ മതി. ഞാൻ കൊട്ടണ മരത്തിൻ്റെ വല്ലം കണ്ണിൽ കൈയിട്ടാലേ കൂടെ കളിക്കോടി കുഞ്ഞു പെങ്ങളെ. കൊട്ടണമെങ്കിൽ കൊട്ടൻ്റാങ്ങളെ തിക്കും തിരക്കും വേണ്ടാങ്കിലേ മങ്ങാട്ടടം കൊട്ടി പാടിയാ മതി. ചുറ്റുരുളിൽ കിടക്കണ കൊട്ടണ്ട മാരിത്തേ മുടിയപ്പിടി പോയിണ്ടാങ്ങളെ മുടി കളിക്കാൻ. കൊട്ടണമെങ്കിൽ കൊട്ടൻ്റാങ്ങളെ തിക്കും തിരക്കും വേണ്ടാങ്കിലേ മങ്ങാട്ടടം കൊട്ടി പാടിയാ മതി. ഈ കാവിൽ മരം കൊട്ടാൻ അങ്ങോരു കുഞ്ഞാങ്ങളെ നിങ്ങളുടെ വീട് വീട് നാട് വീട്. കൊട്ടണമെങ്കിൽ കൊട്ടൻ്റാങ്ങളെ തിക്കും തിരക്കും വേണ്ടാങ്കിലേ മങ്ങാട്ടടം കൊട്ടി പാടിയാ മതി.
മങ്ങാട്ടടം കൊട്ടി പാടാമാലേ കൊട്ടനെങ്കിൽ കൊട്ടണ്ടാങ്ങലക്കും വേണ്ടെങ്കിലേ മങ്ങാട്ടടം കൊട്ടി പാടിയാ മതി കൊട്ടണെങ്കിൽ കൊട്ടണ്ടാങ്ങാണ് തിക്കുന്തരക്കും വേണ്ടെങ്കിലേ മങ്ങാട്ടടം കൊട്ടി പാടാമാലേ പ്രിയപ്പെട്ട സുരേഷ് ചേട്ടന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അടുത്തത് വേദിയിലേക്ക് വിളിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കിട്ടമാഷിനെയാണ്. കാരണം എല്ലാമാണ് ഗ്രാമിക എന്ന് പറയുന്നത് ഞങ്ങളുടെ വേറൊരു കുടുംബമാണ്. അപ്പോൾ പ്രിയപ്പെട്ട കിട്ടമാഷെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. രമേഷ് കരിന്തലക്കൂട്ടത്തോടും അവരുടെ സംഘത്തോടുമാണ് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, കേരളത്തിലെമ്പാടുമുള്ള നാടൻ പാട്ടിനെയും നാടൻകലകളെയും ഫോക്ക്ലോറിനെയും സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഇവർ നൽകിയ കരിന്തലക്കൂട്ടം നൽകിയ നമുക്ക് നൽകിയ ആ സംഭാവനകളുടെ പേരിൽ ഇവരോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നഷ്ടപ്പെട്ടു പോകുമായിരുന്ന ഒട്ടേറെ നാടൻ പാട്ടുകളെ, ഒരുപക്ഷെ നൂറുകണക്കിന് നാടൻ പാട്ടുകളെ കണ്ടെടുത്ത് വീണ്ടെടുത്ത് അത് ആദ്യകാലത്തെ കാസറ്റുകളിലൂടെയും പിന്നീട് മറ്റ് മാധ്യമങ്ങളിലൂടെയും നമുക്ക് നൽകിയ, അവയുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്തിയ, നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി ആ നാടൻ പാട്ടുകളെ നൽകിയ ആ കരിന്തലക്കൂട്ടത്തിനുള്ള നന്ദി അറിയിക്കാൻ കൂടി ഈ പുലിയാട്ടത്തിൻ്റെ ഈ വേദി ഉപയോഗപ്പെടുത്തുന്നു. കരിന്തലക്കൂട്ടത്തിനും അതിൻ്റെ കരിന്തലകൾക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. പുലിയാട്ടത്തിനും പുലിയാട്ടം കാണാനെത്തിയ നാടൻ പാട്ടിനെയും നാടകങ്ങളെയും സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ഗ്രാമികയുടെ പേരിലുള്ള ആശംസ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ കുഞ്ഞികൃഷ്ണൻ ആൻഡ് സ്മിത, ഫോക്ക് ബാൻഡ് കാസർഗോഡ്. ശ്രീ കുഞ്ഞികൃഷ്ണൻ ആൻഡ് സ്മിത നമ്മുടെ അവാർഡ് നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട കിട്ടമാഷാണ്. ശ്രീ കുഞ്ഞികൃഷ്ണൻ ആൻഡ് സ്മിത, ഫോക്ക് ബാൻഡ് കാസർഗോഡ്. ശ്രീ സുമേഷ് നാരായണൻ ആൻഡ് സന്ധ്യ. അതുപോലെ കാഞ്ഞൂർ നാട്ടുപുലിമ മഹേഷ് സുവിജ. മഹേഷ് സുവിജ. സഹോദരങ്ങളാണ് ശ്രീ വിപിൻ ശാലു പുലിക കരുമല്ലൂർ. ശ്രീ വിപിൻ ശാലു പുലിക കരുമല്ലൂർ. ഒന്ന് ഷാറായിട്ടൊന്ന് കൈയടിക്ക്. അടുത്തത് വേദിയിലേക്ക് ക്ഷണിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രമോദേട്ടനും. പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ളൊരു സംഘമാണ് കരിന്തലക്കൂട്ടം. നേരത്തെ കിട്ടമാഷ് പറഞ്ഞ പോലെ തന്നെ 100ഓളം പാട്ടുകൾ ശേഖരിച്ച് കണ്ടെത്തി അത് കേരളത്തിലെ നാടൻ പാട്ട് സ്നേഹികളുടെ ഹൃദയത്തിൽ എത്തിച്ചിട്ടുള്ള ഒരു സംഘമാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യം, നാട്ടുകലാകാരക്കൂട്ടം എന്ന സംഘടന ഉണ്ടാക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളും കൂടിയാണ് രമേഷ് കരിന്തലക്കൂട്ടം. ഈ 2 കാര്യങ്ങളും ഞങ്ങൾക്കെന്നും ആവേശം, പ്രചോദനം നൽകുന്നു. എല്ലാവിധ ആശംസകളും നാട്ടുകലാകാരൂട്ടം സംസ്ഥാന കമ്മിറ്റിയുടെ കരിന്തലക്കൂട്ടത്തിന് നേരുകയാണ് ഈ അവസരത്തിൽ. ആദരവ് ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്ന പ്രിയപ്പെട്ട ഷനോജിനെയും അഖിലയെയാണ്. നമ്മുടെ അയൽക്കാരാണ്. കൊട്ടന്നൂർ സമയ കലാഭവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരായ പ്രിയപ്പെട്ട ഷനോജിനെയും അഖിലയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും കൈയടിക്ക്. ഇടയ്ക്കിടയ്ക്ക് എന്നെ സൂചിപ്പിക്കണ്ട. പ്രിയപ്പെട്ട ഷനോജ്, അഖില, 2 പേരും മോളും ഉണ്ട്. അപ്പോൾ ഏതായാലും എല്ലാവരും നല്ല നിറഞ്ഞ കയ്യടിയോടെ സ്നേഹത്തോടെ പ്രിയപ്പെട്ട ബൈജുവേട്ടൻ അവാർഡ് നൽകുന്നു. ഇന്നും ചാലക്കുടിയിലേക്ക്
KSRTC സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനിൽ കടന്നു പോകുന്ന ഒരു വണ്ടി KSRTC ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പരിപാടി കഴിഞ്ഞ് ആസ്വദിച്ച് പോകുന്ന എല്ലാവർക്കും ആ വണ്ടിയിലേക്ക് ഒരു ട്രിപ്പ് തികയില്ലെങ്കിൽ തന്നെ വീണ്ടും പോകാൻ തയ്യാറായിട്ട് തന്നെയാണ് നമ്മുടെ KSRTC അനുവദിച്ചിട്ടുള്ളത്. പ്രത്യേകം അവരോട് നന്ദി പറയുന്നു. അവാർഡ് കൊടുക്കുന്നതിന് മുമ്പ് 2 വാക്ക് അദ്ദേഹത്തെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. കരിന്തലക്കുടത്തിനും പുലിയാട്ടത്തിനും ഞങ്ങളുടെ KSRTCയുടെ വക എല്ലാവിധ ആശംസകളും നേരുന്നു. അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് ക്ഷണിക്കുന്നത് ദൈവമക്കൾ തൃശ്ശൂരിൻ്റെ ശ്രീ അജിത് രഹന. ദൈവമക്കളിൻ്റെ അജിത് രഹന. എൻ്റെ പ്രിയ സഹോദരൻ ശ്രീ ദിലീപ് മാധവൻ ഇന്ദു. എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ കൂട്ടുകാരനാണ്, അനിയനെ പോലെയുള്ള സുഹൃത്താണ്. പ്രിയപ്പെട്ട ദിലീപിനെയും ഇന്ദുവിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൂട്ടം അരയങ്കാവ് ശ്രീ ജയകുമാർ എൻ രാജി, കൂട്ടം അരയൻകാവ്. മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ, പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ആ പാഠപുസ്തകം തയ്യാറാക്കിയ റിസർച്ച് ഓഫീസറാണ് ഞാൻ. അപ്പോൾ ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ പാഠപുസ്തകം എന്ന് പറയുന്നത്, കലയ്ക്കൊരു പാഠപുസ്തകം. അപ്പോൾ പൊതുവിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം കല പഠിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. പാട്ട് അങ്ങനെ എല്ലാവരെയും പഠിപ്പിക്കാൻ പറ്റുമോ? നാടകം അങ്ങനെ എല്ലാവരെയും പഠിപ്പിക്കാൻ പറ്റുമോ? സിനിമ അല്ലെങ്കിൽ നാടൻപാട്ട് അങ്ങനെ എല്ലാവരെയും പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഞാൻ ആദ്യം നേരിട്ട ഒരു വലിയ പ്രശ്നം. ഞാൻ പറഞ്ഞത് എല്ലാവരെയും പഠിപ്പിക്കുക എന്നുള്ളതിന് പകരം എല്ലാവരും അറിയുക എന്ന് പറയുന്നതാണ്. കാരണം ഒരേപോലെ തന്നെ നമുക്ക് പാടുന്നവരും വേണം, പാട്ട് കേട്ടാസ്വദിക്കുന്നവരും വേണം, ചിത്രകല അല്ലെങ്കിൽ നാടകം ചെയ്യുന്നവരും വേണം, അത് ആസ്വദിക്കാൻ കഴിവുള്ളവരും വേണം. ഇപ്പോഴും ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ അത് വാങ്ങി സൂക്ഷിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിന് പറ്റാത്ത, ഇപ്പോഴും നമ്മുടെ ചുമരുകളിലൊക്കെ രാജാരവിവർമ്മയുടെ 3rd കോപ്പിയോ 4th കോപ്പിയോ 5th കോപ്പിയോ സൂക്ഷിക്കുന്നത് വരെ നമ്മുടെ കലാമൂല്യം എത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ടാണ് കലാ വിദ്യാഭ്യാസത്തിൽ ഇത്തരം വിഷയങ്ങൾ 5 വിഷയങ്ങൾ ചേർന്നാണ് കലാവിദ്യാഭ്യാസം ഉണ്ടായിട്ടുള്ളത്. നാടകം, ചിത്രകല, ശില്പകല, ചിത്രകലയും ശില്പകലയും കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ട് സിനിമ, സംഗീതം, നൃത്തം. അതിനകത്ത് സംഗീതം എന്ന് പറയുമ്പോൾ പൊതുവിൽ ഒരു ധാരണ ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറയുന്നതാണ്. അപ്പോൾ എനിക്ക് വളരെയേറെ ഒരു നിർബന്ധം ഉണ്ടായിരുന്ന കാര്യമാണ് ക്ലാസിക്കൽ മ്യൂസിക് മാത്രമല്ല കുട്ടികൾ പഠിക്കേണ്ടത്, വെസ്റ്റേൺ മ്യൂസിക്കിനെ പറ്റിയും ഫാർ ഈസ്റ്റേണിനെ പറ്റിയും ജാപ്പനീസ് മ്യൂസിക്കിനെ പറ്റിയും ഒക്കെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ തനത് സംഗീതവും പഠിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തനത് സംഗീതം പഠിക്കുമ്പോൾ അതിൽ കേരളത്തിലെ തനത് സംഗീതത്തിന് അത്രയേറെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഉന്നമനത്തിന്, അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി തൊഴിലെടുക്കുന്നവൻ്റെ തൊഴിൽ ലഘൂകരിക്കാൻ വേണ്ടി മാത്രമല്ല പാട്ട്, വേദനയും കവിതയും വലിയ കാഴ്ചയും ഒക്കെ ഉള്ളതാണ് നാടൻപാട്ട് എന്ന് പഠിപ്പിച്ച, എന്ന് ആദ്യമായി പറഞ്ഞ, നാടൻപാട്ടിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന 2 പേരുകളാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത്. ഒന്ന് തീർച്ചയായും ഡൈനാമിക് ആക്ഷൻ, രണ്ടാമത് കരിന്തലക്കുട്ടം. അവരെ രണ്ട് ഗ്രൂപ്പിനെ പറ്റിയാണ് ഞാൻ പാഠപുസ്തകങ്ങളിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ മുത്തപ്പനെ പറ്റിയും അതേപോലെ കുറേ പേരെ പറ്റി ഒക്കെ എഴുതാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരും പാഠപുസ്തകങ്ങൾ വായിച്ചു നോക്കുക. എന്തായാലും ഈ ഗതികെട്ട കാലത്ത് ജാതിയില്ല, മതമില്ല എന്നൊക്കെ പറയുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ ഈ പാട്ടിലൂടെ പറയുന്ന ഒരു രാഷ്ട്രീയം ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന പുസ്തകത്തിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ആ രാഷ്ട്രീയമുണ്ട്, അത് മറക്കരുത്. അത് എപ്പോഴും മനസ്സിലും ബ്രെയിനിലും ഒക്കെ ഓർത്തു വെക്കണം. അത് ഓർത്തു വെച്ചത് കൊണ്ടും അത് പാടിയത് കൊണ്ടുമാണ് നിങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായത്. അത് വിട്ടുപോയാൽ നിങ്ങൾ വീണ്ടും ചരിത്രത്തിന് പുറത്താകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു. പ്രിയപ്പെട്ട സാറിന് രമേശ് ഏട്ടത്തിന്റെ കരിന്തലക്കൂട്ടത്തിന്റെ സ്നേഹം നൽകുകയാണ്. ഒന്ന് കൈയടിക്കല്ലോ. ഒരു ഫോട്ടോ എടുക്കും. അവിടുന്ന് വരുന്നു. പ്രിയപ്പെട്ടവരെല്ലാവരും സന്തോഷത്തോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട സാറിനെ ആദരിക്കുകയാണ്.
നമുക്കൊരു പാട്ട് കേൾക്കാല്ലേ നമ്മുടെ ഇപ്റ്റ തയ്യാറായിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് നമ്മൾ ഇപ്റ്റക്കാരെത്തിയിട്ടുണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച്. അപ്പോൾ അവർ നമുക്ക് വേണ്ടി പാടും. ഇപ്റ്റയുടെ എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കലാകാരന്മാരാണ്, അവരെ ക്ഷണിക്കുന്നു. ക്ഷമിക്കണണ്ട. ആഘോഷത്തിനും അതിൻ്റെ നിറവിനും ഫോക്ക് ഇന്ത്യയുടെ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ചാലക്കുടിയിലെ ഒരു സാധാരണ കർഷക തൊഴിലാളിയുടെ പുത്രനായി പിറന്ന് ഓട്ടോറിക്ഷ തൊഴിലാളിയായി മിമിക്രി എന്ന അനുകരണ കലയിലൂടെ കലാരംഗത്തേക്ക് പ്രവേശിച്ച് അക്ഷരം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ച കലാഭവൻ മണിച്ചേട്ടനെ നമ്മൾ ഓർക്കാതെ ഇരിക്കുന്നത് കാര്യമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചില പാട്ടുകളുമായി പ്രണവ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. 7ാമത്തെ ക്ലാസ്സിൽ നമ്മുടെ ഗുരുവായൂരിലെ ആ വാദ്യകല കുടുംബത്തിലേക്ക് എത്തിയ ഒരു കലാകാരനാണ് പ്രണവ്. ഫോക്ക് ഇന്ത്യയുടെ ഒരു കലാകാരനായിട്ടുള്ള പ്രണവ് ആ പാട്ടുകൾ നിങ്ങളുടെ മുമ്പിൽ പാടുകയാണ്. കാണാൻ കറുപ്പാണേ, കാരിലും പുറപ്പാണേ, കണ്ണീരും നോവായേ, പാടിയ പാട്ടോള് അന്നത്തിനായി ഞാൻ കല്ലു പണിയുമ്പോ നെഞ്ചിനകത്തോരെ നീട്ടല ദൈവമേ, താരങ്ങൾ എന്തോരം മണ്ണിലുണ്ടെങ്കിലും ചാലക്കുടിക്കാരൻ ചങ്കിലാനേ. ധാകിന്നത്തരികിടതക ധീകിന്നത്തരികിടതക ധാകിന്നത്തരികിടതക ധീകിന്നത്തരികിടതക ധാകിന്ന ധീകിന്ന ധോകിന്നത്തരികിടതക തന്നന തന്നന തന്നാനേ ദഗ തന്നന തന്നന തന്നാന തന്നന തന്നന തന്നാനേ ദഗ തന്നന തന്നന തന്നാന. തോട്ടുംകരക്കാരി പെണ്ണുങ്ങൾക്ക് തറ ചന്തം കൊടുത്തവനാരാടി, ജില്ലഞ്ചക ജില്ലാടി ആണുങ്ങളൊക്കെ കുറുമ്പുള്ളവരായത് എന്താടി. തോട്ടുംകരക്കാരി പെണ്ണുങ്ങൾക്ക് തറ ചന്തം കൊടുത്തവനാരാടി, ജില്ലഞ്ചക ജില്ലാടി ആണുങ്ങളൊക്കെ കുറുമ്പുള്ളവരായത് എന്താടി. ചെരി നല്ലുണ്ട് ചന്തുള്ള പാടത്ത് ജലത്തിൽ നാടാടി തോട്ടുംകര, കാക്കക്കറുമ്പികൾ ഈണത്തിൽ മൂളുന്ന കാലത്ത് നാടോടി പാട്ടുണ്ടാടി. തോട്ടുംകരക്കാരി പെണ്ണുങ്ങൾക്ക് തറ ചന്തം കൊടുത്തവനാരാടി, ജില്ലഞ്ചക ജില്ലാടി ആണുങ്ങളൊക്കെ കുറുമ്പുള്ളവരായത് എന്താടി. തോട്ടുംകരക്കാരി പെണ്ണുങ്ങൾക്ക് തറ ചന്തം കൊടുത്തവനാരാടി, ജില്ലഞ്ചക ആണുങ്ങളൊക്കെ കുറുമ്പുള്ളവരായത് എന്താടി. തന്നന തന്നന തന്നാനേ ദഗ തന്നന തന്നന തന്നാന തന്നന തന്നന തന്നാനേ ദഗ തന്നന തന്നന തന്നാന. തോടയതോടും കരയായി വന്നപ്പോ തട്ടക്കൃതിട്ടായി തോട്ടുംകര, കുന്നയ കുന്ന കരിമ്പനച്ചപ്പുണ്ട് പാടത്തൊരു ഷാപ്പ് പറമ്പിൽ ഷാപ്പ്. കാലത്ത് പോകുന്നൊരന്തിക്കറുമ്പിക്ക് എത്തുന്നൊരു പുത്തുംപിടുതല്ലാണെന്നും കത്തിക്കുത്തുണ്ടാടി കെട്ടുംപട്ടുണ്ടാടി പോരാത്തവരുണ്ടല്ലി പോരുന്നോരും. ധാകിന്നത്തരികിടതക ധീകിന്നത്തരികിടതക ധാകിന്നത്തരികിടതക ധീകിന്നത്തരികിട ധാകിന്ന ധീകിന്ന ധോകിന്നത്തരികിടതക തന്നന തന്നന തന്നാനേ ദഗ തന്നന തന്നന തന്നാന തന്നന തന്നന തന്നാനേ ദഗ തന്നന തന്നന തന്നാന. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എന്റെ പൊന്നാരേ, മാമ്പഴമാകട്ടേന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പൊന്നാരേ, മാമ്പഴമാകട്ടേന്ന്.
എൻ്റെ മുന്നാരെ അമ്പഴമാകട്ടെ മാങ്ങ പ്രായത്തിൽ നീങ്ങത്തപ്പോ മാമ്പഴമാകട്ടെ എൻ്റെ മുന്നാരെ മാമ്പഴമാകട്ടെ കൊളകിൽ കണക്കുന്നോളെ ചിരി പൊടിക്കണമെന്നോളെ വഴിയരികിൽ പൂത്തു നിൽക്കണം മുന്നാരെ തനിച്ചിരിക്കണ നേരത്ത് അടുത്ത് വന്നവനാരാണ് അവനരികിൽ ചൊന്ന കാര്യം എന്താണ് കൊളകിൽ കണക്കുന്നോളെ ചിരി പൊടിക്കണമെന്നോളെ വഴിയരികിൽ പൂത്തു നിൽക്കണം മുന്നാരെ തനിച്ചിരിക്കണ നേരത്ത് അടുത്ത് വന്നവനാരാണ് അവനരികിൽ ചൊന്ന കാര്യം എന്താണ് വെയിൽ കൊള്ളണ നേരം മഴ നിന്നവനാര് മറ്റൊരു മൈന കണ്ടിന് പൊന്നേ ഇളമാനിനെക്കാൾ നീളമുള്ള കണ്ണ് വളകിൽ കടക്കുന്നോളെ വഴിയരികിൽ പൂത്തു നിൽക്കണം മുന്നാരെ വഴിയിരിക്കണ നേരത്ത് അടുത്ത് വന്നവനാരാണ് അവനരികിൽ ചൊന്ന കാര്യം എന്താണ് പട്ടിപ്പട്ട് മെയ്യടി തൊട്ട് തൊട്ട് പാറടി പൊട്ട് പൊട്ട് പൂവടി തൊട്ട ചൊട്ട തേനടി അല്ലിക്കൊടിയേ ചെല്ലക്കൂടമേ കുറുമ്പ് ചക്കര കുത്തിരി കുത്തിരിതാ വെയില് കൊള്ളണ നേരം മഴ തരുന്നവനാര് പാട്ടറിഞ്ഞൊരു മൈനക്കത്തിന് പൊന്നേ ഇളമാനിനെക്കാൾ നീളമുള്ള കണ്ണ് വളരിൽ കടകുന്നോളെ വഴിയരികിൽ പൂത്തു നിൽക്കണം പൊന്നാരെ തനിച്ചിരിക്കണ നേരത്തിൽ അടുത്തു വന്നവനാരാണ് അവനരികിൽ ചൊന്ന കാര്യം എന്താണ് വളരിൽ കടകുന്നോളെ ചിരി പഠിക്കണമെന്നോളെ വഴിയരികിൽ പൂത്തു നിൽക്കണം പൊന്നാരെ തനിച്ചിരിക്കണ നേരത്തിൽ അടുത്തു വന്നവനാരാണ് അവനരികിൽ ചൊന്ന കാര്യം എന്താണ് അജീവേട്ടനും നമ്മുടെ കൂട്ടുകാർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അടുത്ത നമ്മുടെ ഇന്നത്തെ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ശ്രീ ജെയിൻ ക്രിസ്റ്റഫർ എന്ന് പറയുന്ന സിനിമ സംവിധായകനാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ജെയിൻ ക്രിസ്റ്റഫർ. നമസ്കാരം. ആദ്യമായി ഇത്തരത്തിലൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് വലിയൊരു സന്തോഷമായി കരുതുന്നു. കാരണം ഞാൻ നാളെ ഒരു അത്യാവശ്യ പ്രോഗ്രാമായി രാവിലെ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ടതുള്ളതുകൊണ്ട് വരാൻ ഇരുന്നതല്ല. അപ്പോൾ ഇന്നലെ എന്നെ രമേശ് ചേട്ടൻ വിളിച്ചിട്ട് പറയുകയാണ്, ജയനേട്ടാ എത്തുമോ? ഞാൻ പുള്ളിയെ ചേട്ടനെന്ന് വിളിക്കും, പുള്ളി എന്നെ ചേട്ടനെന്ന് വിളിക്കും. 10-20 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ചാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. കുറേ കാലങ്ങൾ ഗ്യാപ്പിന് ശേഷം വീണ്ടും കാണുവാൻ സാധിച്ചു. ഇടയ്ക്ക് വിളിക്കാറുണ്ട്, വളരെ സൗമ്യമായി സംസാരിക്കും. അപ്പോൾ ഈ പ്രോഗ്രാമിൽ വിളിച്ചു. എന്തായാലും കരുതലക്കൂട്ടത്തിൻ്റെ പൊലിയാട്ടം 2025 30 വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ അത് 40, 50, 60 വർഷത്തിലേക്ക് പോകട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ കരുതലക്കൂട്ടമായിട്ട് മറ്റൊരു ബന്ധം കൂടെയുണ്ട്. എൻ്റെ 3ാമത്തെ ചിത്രമായ കാടകം എന്ന ചിത്രത്തിൽ ഇവിടുത്തെ ഒരു സുരേഷ് കരുതലക്കൂട്ട അദ്ദേഹമാണ് പാടിയത്. അപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും, ഏകദേശം 100ഓളം പേരെ ഞങ്ങൾ നോക്കിയ ശേഷമാണ് സുരേഷ് കരുതലക്കൂട്ടത്തെ തിരഞ്ഞെടുത്ത് അദ്ദേഹം അത് മനോഹരമായിട്ട് പാടി. അതുപോലെ രമേശ് ചേട്ടനായിട്ട് ബന്ധപ്പെട്ട് കരുതലക്കൂട്ടത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ താല്പര്യമുണ്ട്. അത് അതിൻ്റെ അണിയർ പ്രവർത്തനം ഉടനെ തുടങ്ങുന്നതായിരിക്കും, ഇവിടെ അറിയിച്ചു കൊടുത്തു. എന്തായാലും എന്നെ ഈ പ്രോഗ്രാമിൽ വിളിച്ച് ഇതിൻ്റെ അണിയർ പ്രവർത്തകർക്കും എല്ലാവർക്കും, പ്രത്യേകിച്ച് രമേശ് ചേട്ടൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം സാറിനെ കാണാൻ സാധിച്ചു. അതുപോലെ മത്തായി സുനിൽ, അതുപോലെ ഒരുപാട് ശശി ജനകല, ഒരുപാട് സുഹൃത്തുക്കളോട് വെച്ച് കാണാൻ സാധിച്ചു. ഇത് മിസ്സാക്കിയിരുന്നെങ്കിൽ വലിയൊരു അവസ്ഥയിലായി പോയാൽ. പക്ഷെ എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു. നമ്മുടെ പ്രിയപ്പെട്ട ജെയിൻ ക്രിസ്റ്റഫർ സാറിന് നമ്മുടെ ഒരു ചെറിയ ആദരവ് നൽകുകയാണ്. ആദരവ് നൽകുന്നത് രമേശ് ചേട്ടനാണ്. രമേശ് ചേട്ടനെ ക്ഷണിക്കുന്നു.
ഏടകി നമ്മുടെ വിവിധ ദേശങ്ങളിലുള്ള വ്യത്യസ്തരായിട്ടുള്ള കലാകാരർ സിനിമകളിലും മത്തായി പാടിയിട്ടുണ്ട്. ഒരുപാട് 50 സിനിമ പാടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ ഒരു നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഒരു നല്ലൊരു കൈയ്യടി കൊടുക്കണ്ടേ നമ്മൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പാട്ടൊപ്പം പാടി പാട്ടിനോട് ഒത്തുചേർന്ന് മത്തായിക്ക് നമ്മുടെ സന്തോഷം കൊടുക്കാം. പ്രിയപ്പെട്ട മത്തായി. നമ്മളേറെ കേട്ട കമ്മട്ടിപ്പാടം എന്ന സിനിമയിൽ നമ്മൾ കണ്ട സിനിമയാണ് കമ്മട്ടിപ്പാടം അല്ലേ? കണ്ടിട്ടില്ലേ സിനിമ? ഉണ്ട് കമ്മട്ടിപ്പാടം കണ്ടിട്ടുണ്ടോ ഇല്ലേ? കമ്മട്ടിപ്പാട്ടത്തിലെ ഏറ്റവും പ്രശസ്തമായ പാട്ട് പാടിയത് പ്രിയപ്പെട്ട മത്തായാണ്. ആ മത്തായി 2 വരി ആ പാട്ട് പാടും. അതിനുശേഷം മറ്റൊരു പാട്ടിൽ പാടും. അക്കാണും മാമലയൊന്നും നമ്മുടതല്ലൻ മകനേ, ഇക്കായൽ കയവും കരയും ആരുടെയുമല്ലൻ മകനെ. പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പലകാല പരദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം നരകിച്ചു പൊറുക്കുന്നിവിടം ഭൂലോകം തിരുമകനേ. കലഹിച്ചു മരിക്കുന്നിവിടം ഇഹലോകം എൻ തിരുമകനേ. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിൻ്റെ നട്ടല്ലു പൊട്ടി നമ്മളു ചാവും. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിൻ്റെ നട്ടല്ലു പൊട്ടി നമ്മളു ചാവും. ചാവാണ്ടിരിക്കാനെങ്കിലും പാടടി ദയ്യേ, പാടിയിട്ട് ചാവാനെങ്കിലും പാടടി ദയ്യേ, പാടിയിട്ട് ചാവാനെങ്കിലും പാടടി ദയ്യേ. പാട്ടുമ്പകാരന്തക കെട്ടു ഞാൻ പണ്ടേ മറന്നേ, പൊട്ടും കോരവയും ഞാൻ പണ്ടേ കളഞ്ഞേ. പാട്ടുമ്പകാരന്ത കെട്ടു ഞാൻ പണ്ടേ മറന്നേ, പൊട്ടും കോരവയും ഞാൻ പണ്ടേ കളഞ്ഞേ. എന്നിട്ടും പാടാണ്ടിരിക്കാം വയ്യടി ദയ്യേ, എന്നിട്ടും കൊട്ടാണ്ടിരിക്കാം വയ്യടി ദയ്യേ, എന്നിട്ടും പാടാണ്ടിരിക്കാം വയ്യടി ദയ്യേ, എന്നിട്ടും കൊട്ടാണ്ടിരിക്കാം വയ്യടി ദയ്യേ. താനതിന്റെ തിന്തിന്നോ ദയ്യ, താനേ ദയ്യം ദയ്യം തക തിന്തിന്നോ, താനതിന്റെ തിന്തിന്നോ ദയ്യ, താനേ ദയ്യം ദയ്യം തക തിന്തിന്നോ. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിൻ്റെ നട്ടല്ലു പൊട്ടി നമ്മളു ചാവും. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിൻ്റെ നട്ടല്ലു പൊട്ടി നമ്മളു ചാവും. ചാവാണ്ടിരിക്കാനെങ്കിലും പാടടി ദയ്യേ, പാടിയിട്ടു ചാവാനെങ്കിലും പാടടി ദയ്യേ, ചാവാണ്ടിരിക്കാനെങ്കിലും പാടടി ദയ്യേ, പാടിയിട്ട് ചാവാനെങ്കിലും പാടടി ദയ്യേ. താനതിന്റെ തിന്തിന്നോ ദയ്യ, താനേ ദയ്യം ദയ്യം തക തിന്തിന്നോ, താനതിന്റെ
തമ്പ്രാന്റെ ദൈവവും നമ്മളെ കൊല്ലാണ്ടിരിക്കുമെന്നാരതു കണ്ട് കറുത്ത ദൈവത്തെ കൊല്ലണ തമ്പ്രാന്റെ ദൈവവും നമ്മളെ കൊല്ലാണ്ടിരിക്കുമെന്നാരതു കണ്ട് കുഞ്ഞോളെ കൊല്ലണ ദൈവത്തെ നമ്മൾക്കും കറുത്ത ദൈവത്തിനായൊരു പാട്ടും പാടാം കുഞ്ഞോളെ കൊല്ലണ ദൈവത്തെ നമ്മൾക്കും കറുത്ത ദൈവത്തിനായൊരു പാട്ടും പാടാം താനതിൻ്റെ തിന്തിന്നോ ദയ്യ താനീ ദെയ്യം ദെയ്യം തല തിന്തിന്നോ താനതിൻ്റെ തിന്തിന്നോ ദയ്യ താനീ ദെയ്യം ദെയ്യം തല തിന്തിന്നോ പട്ടും പകരന്ത കെട്ടാഴിക്കടി ദയ്യ